അഭിര ഹലോ ചങ്ങന്മാരെ, എൻ്റെ ഉമ്മ അസ്സലാമു അലൈക്കും. നമ്മുടെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നൊരു പിടിയില്ല, പ്രത്യേകിച്ചൊരു പണിയില്ല. പിന്നെ ആകെയുള്ളത് ദിവസവും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒന്ന് റേഷൻ കടയിൽ പോകണം. അതും റേഷൻ കട ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞോടാ? ഉണ്ടോ? അപ്പോൾ ഒന്ന് റേഷൻ കടയിൽ പോകണം. പിന്നെ പ്രത്യേകിച്ചൊരു പണിയില്ല. നീയാ അതെ വീട് തന്നെയല്ലേ വണ്ടിയുള്ള, പിന്നെന്താ പോവാ. ബുദ്ധി അറിയാത്ത പ്രായത്തിലാണ് മക്കൾക്ക് വാപ്പമാരോട് ആ സ്നേഹം. ബുദ്ധി ഉദിച്ചു തുടങ്ങുമ്പോഴാണ് പിന്നെ ആ സ്നേഹമാണ് മക്കൾക്ക് ഇല്ലാതാവുന്നത്. ബ്ലഡി റസ്കി ഭാസ്കർ പോയാ പഠിച്ചോനെ എന്ന് ഇതുപോലെ നിന്നാൽ മതിയായിരുന്നു. ഇവന് ഞാനുണ്ടല്ലോ ഉറങ്ങണീറ്റ് അപ്പം ഇവ ഡ്രസ്സ് ഇടാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടില്ല, ഞാനൊന്ന് ടീഷർട്ട് എന്തേലും വെറുതെ ഇട്ടാൽ മതി, അപ്പൊ ചെരുപ്പെല്ലാം ഇട്ട് സെറ്റായി. ഇതല്ലേ പപ്പാന് ഇഷ്ടം എന്താ? പണ്ണിയാ കിൻഡർ ജോയ് തരുന്നാ? അതുകൊണ്ട് ഇഷ്ടേ. വേറെന്ത് ഇഷ്ടം? പറയേ വേറെന്ത്? എന്താ ഇഷ്ടമുണ്ട്? തിന്നുന്ന കാര്യത്തില് പപ്പാനെ തിന്നുന്നതാ. അത് പപ്പാനെന്നല്ല, ഇഷ്ടമുള്ളത് ലേശുണ്ട്, പൊരോട്ടിയുണ്ട്, ചിങ്കാമുണ്ട്, കുടിക്കുന്നത്, പിന്നെ കളിക്കുന്നത് തരുന്ന പപ്പ എന്തല്ലോ തരുന്നല്ലേ. പപ്പ തയ്ക്കലില്ലല്ലേ, അപ്പൊ പേടിപ്പിക്കുന്നു. തയ്ക്കലില്ലല്ലേ, ഒരു തല്ല് പിയലില്ല എൻ്റെ അല്ലേ സാനോ? അതിനോടെല്ലാം ഇഷ്ടമല്ലേ? എനിക്ക് മമ്മാന് ഇഷ്ടമല്ലാത്തതിന് കാരണം എന്താ? അല്ല, മമ്മാന് ഇഷ്ടമല്ലാത്ത എന്താ? മമ്മ എന്താക്കുന്നു? തയ്ക്കുന്നു. കണ്ടാ പറഞ്ഞ മമ്മ മമ്മ തയ്ക്കുന്നല്ലോ. വിശോ പപ്പേ എനിക്കാരും ഇഷ്ടം പപ്പാനെ മമ്മാനെ? അതാ നോക്കിയാ കണ്ട. അതായത് ഇവനുണ്ടല്ലോ, ഇവന് എന്നെ വേണ്ടേ വേണ്ട, എന്തെങ്കിലും ആവശ്യം നേടാനല്ലാണ്ട് ഇവന് വേണ്ടേ വേണ്ട. ഇഷ്ടാരാ? മമ്മാനെ പപ്പാനെ അത് അറിയാൻ പോലായിട്ടില്ല, പക്ഷെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മാത്രം മനസ്സിലാവും. ഇത് എന്നെ ഇറങ്ങിപ്പോ നോക്കുക അവിടെച്ചാരാ. പപ്പാക്ക് ഒരു മതാ നോമണ്ടാ. ഇതാണ് നമ്മുടെ ഒരു ചിന്ന ഫാമിലി. ഇതെന്നെ ചമ്മന്തിയാ, നൂഡൽസിന് മസാല. ഇതെന്ത് സംഭവം? നൂഡിൽസ് അല്ലേ? അപ്പൊ അതെന്ത് മസാല? വെറൈറ്റി. എന്നാ കുറച്ച് പുളി ഇട്ടെങ്കിൽ അത് ചമ്മന്തി ആണോ? നൂഡിൽസ് ചമ്മന്തി ചില്ലി സ്പൈസിയാ ഡിഷ്? സ്പൈസി ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതെന്ത് പിന്നെ ഒരു സാധനം? പച്ച മസാലയാ? പിന്നെ എന്തുമോ? ഓ ഒരു മിനിറ്റ്, സിനിമാറ്റിക് ടൂലല്ലേ ഞങ്ങൾക്ക് റീൽസ് മേക്ക് ചെയ്യാൻ ഇങ്ങനെ കേട്ടോ.
ഇവൾ എന്റെ ഷോട്ട് എടുക്കും, ഞാൻ ഇവളെ ഷോട്ട് എടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. പിന്നെ ആരെങ്കിലും ബ്രദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ഷോട്ടൊക്കെ വെക്കാറുള്ളൂ. സുന്ദരിയേവ വെണ്ണിലവേവ. ഇതാണ് ഞങ്ങളുടെ പുതിയ ക്യാമറ മാനോൻചി. എന്തിനാ? ഓക്കേ, ക്യാരക്ടർ റോൾ ചെയ്യാൻ റിസ്വാന് ചെയ്യിക്കുന്നല്ലോ. കണ്ടന്റ് വേണമല്ലോ, കണ്ടന്റ് വേണ്ട. പിന്നെ ഇടയ്ക്കൊരു ഖുർആൻ ഓതിയിട്ടല്ലേ വന്നേ, മാഷാ അല്ലാ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കണ്ടന്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കുന്ന തിരക്കായി. നോമ്പ് കഴിഞ്ഞ് എല്ലാം ഉണ്ട്, ഇൽമുണ്ട് ദുൽമുണ്ട്. പിടിച്ചിക്കണ്ടപ്പാ എവിടെ? ഇതിന് വേണ്ട, 2 മണിക്കൂറല്ലോ. ആ, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത്, നമ്മളിവിടെ കഥ പറഞ്ഞിരിക്കാം. അവള് റെഡിയായി. ചാക്ക വിടറാ. അല്ല ഏതപ്പാ എന്നാ നിനക്കെന്താ? നീ എന്നെ വിളിക്കാൻ വന്നതാ റബിഷു? വാ എൻ്റെ അമ്മ. എന്തുള്ള ഇന്ന് അരി മാത്രയാ? വേറെ ചാക്കൊന്നുമില്ല? മിഞ്ഞാന്ന് നമ്മൾ വന്നപ്പോൾ 2-3 വലുതുണ്ടായിരുന്നു. രണ്ടുണ്ടോ? ഓക്കെ, എടുത്തേക്കാ. അണമാരാ? ആ, ചില്ലറി തരല്ല അവിടെ. ഞങ്ങൾ പോവുന്നു, ഞങ്ങൾ പോവുന്നു. എൻ്റെ 1 മാസം മുമ്പത്തെ വ്ളോഗിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, എനിക്ക് റേഷൻ കടയിൽ പോയത്. എന്തെന്നാ താഴെ വീണ? എനിക്ക് പിട്ടക്കുഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പോകാൻ എന്തൊക്കെ പാടാ. അത് ഒറ്റക്ക് നടക്കുന്നതാ. ഓ ഓ ഓ ശരി ശരി, നടക്ക്. ഓ നടക്കാറില്ല. പിടിച്ചോണോ കുഞ്ഞിനാ? വരുമ്പോൾ നമുക്കൊരു കടയിൽ കയറി അല്ല സമൂസ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. വീട്ടിൽ ഉണ്ടാക്കുന്ന നടപടിയാവും തോന്നുന്നില്ല. നിനക്ക് ലോക്ക് എടുക്കാൻ അറിയല്ലേ? ലോക്ക് നീ അല്ലേ എപ്പോഴും എടുക്കല്ലേ? അങ്ങനെയാ? മറന്നാ? നീ കണ്ടാക്കിണ്ട. ഇനിങ്ങനെ ഇങ്ങനെ തിരിക്കണോ? എന്നിട്ട് തുറക്ക്. ഇടുന്ന് അടിയുന്ന്. ആ, അത്രേ ഉള്ളൂ. എന്നാ ആ, ഇതെല്ലാം വെറുതെ പഠിച്ചാൽ മതി. ഗ്യാരന്തിടാൻ പഠിച്ചതാ. ഇത് നമ്മുടെ മൂത്താൻ്റെ വീടിൻ്റെ അവിടെയാണ് ആക്ച്വലി വണ്ടി വെക്കുന്നത്. അവിടെ ഇത് ഈ കാണുന്ന ഈ ഭാഗത്തായിട്ടായിരുന്നു അവരുടെ മുമ്പത്തെ വീട്. അടിപൊളിയായിരുന്നു കേട്ടോ ആ കാലത്ത്, വെറുതെ പറയല്ല. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടും ഇത് കാണുന്നില്ല ക്ലിയറായിട്ട്. കൊല്ലത്തിലൊരിക്ക വണ്ടി ക്ലീൻ ആക്കണം കാരണം ഇതിന് എങ്ങനെയൊക്കെ കഴിക്കാലും വണ്ടി കച്ചറാവുന്നല്ലേ. കൊല്ലത്തിലൊക്കെ ക്ലീൻ ആക്കാണോ? കൊല്ലത്തില എത്ര കഴുകുന്നു? എന്നിട്ട് ഇപ്പൊ നോക്ക്, മൊത്തം വൈപ്പറിന് എനിക്ക് ഒന്ന് അടുത്ത് മാറേണ്ടി വരുന്നു. കാരണം വൈപ്പർ ഞാൻ മാറിയിട്ട് കുറെ ആയിട്ടും ഇല്ല, ഗ്ലാസ് പോയേക്കുന്നു. എന്താ ഉള്ളെടുക്കല്ല ഇവിടെ. ഇത് വീണ് പോവാല്ലേ? ചാക്ക് ചെറുതായി പോയി.
ഇതൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്തെന്നാ അരിയുണ്ട്, ഗോതമ്പുണ്ട്. കിട്ടിയാരി ആ ഇതെന്താ ചെയ്യുന്നു? കാലിൻ്റെ അടിയിൽ വെക്കാൻ പറ്റുമോ അവിടെ? ആ പാപ്പിനെ പുറത്ത ഉള്ളിലാക്ക. പാപ്പിനെ ബാക്കിലാക്കിട്ട് മനസ്സിലായിട്ടോ? ബാക്കിലിരിക്കല്ലേ? തുറക്കണ പോയിക്കോ. കേറ്. അവനിച്ചിന് ബോറെടുക്കോ പോന്നു. ഓ പപ്പുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ അരി കിട്ടി. റേഷൻ കാർഡ് ഉണ്ടല്ലേ? നമ്മൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി കേട്ടാ. റേഷൻ കടയിൽ പോകുന്നതൊക്കെ എന്തിനാ ഇതിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനാ. നമുക്ക് ഈ റേഷൻ കടയൊക്കെ ഉണ്ടായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കഴിയുന്ന ആൾക്കാരാണ്. ഒരു മടിയില്ല. ജീവിത ശൈലിയെ പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ ജീവിക്കുന്നുണ്ട്. അതിൽ യാതൊരു നാണക്കേടും ഇല്ല. പിന്നെന്തെന്നാ ചാക്ക് ചെറുതായി പോയി. ചാക്ക് നോക്കിയ അരിയൊക്കെ കയ്യിൽ കിട്ടുന്ന ദൂരത്തിൽ. എവിടെ കാണുന്നില്ല. അരിയൊക്കെ കയ്യിൽ കിട്ടുന്ന ദൂരത്തിലുള്ള കെട്ടാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കിയുള്ള കയ്യിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് കുറച്ച് ഉള്ളി ബജ്ജി, കാസർഗോഡിൻ്റെ ഒരു മെയിൻ സാധനമാണ് ബജ്ജി എന്ന് പറയുന്നത്. മുളക് ബജ്ജിയൊക്കെ പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലേ. മുളക് ബജ്ജി, പിന്നെ ഉള്ളി ബജ്ജി, ഗോളി ബജ്ജി. ഇപ്പൊ തിന്നാൻ തരുമെന്നല്ല, നോമ്പറക്കാൻ എടുക്കാനുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ എടുക്കാൻ വന്ന സമൂസ എന്തെങ്കിലും എടുക്കാം, പിന്നെ ഒരു ബജ്ജി എടുക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ടൗണായ പച്ചമ്പള, നമ്മുടെ നാട്, വീട്ടിൽ നിന്ന് നമ്മുടെ ടൗണ്, അവിടെ ഉമ്മാരെ ഫോൺ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ഇസാനോ, ഈ സ്ഥലം ഓർമ്മ ഉണ്ടാ? ഈ സ്ഥലം അറിയോ? ഇതെന്ത് സംഭവം? ഹോസ്പിറ്റലാ? ഇതാ അംഗൻവാടി. ഇതാനോ ഓർമ്മ ഉണ്ടാ നിനക്ക്? ഇഞ്ചക്ഷൻ വെച്ചാ, തുസി വെച്ചാ? നിനക്ക് വെച്ചനാ? നിനക്ക് എന്തിനാ വെച്ചനാ? ഇവിടെയാണ് നമ്മുടെ പോളിയോ എല്ലാം കൊടുക്കുന്ന സ്ഥലം. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ 1 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ. ഇത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജുമ നിസ്കരിച്ചോണ്ടിരുന്ന പള്ളി ഇതാട്ടാ. ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. കാരണം എൻ്റെ സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്, ഞാൻ പഠിച്ച സ്കൂള്. അന്ന് പഠിച്ചിട ക്യാമറ നല്ല അടിപൊളി ഫ്രെയിമാണ്, സൺലൈറ്റ് ഒക്കെ ആയിട്ട്. നോക്കട്ടെ. അതാണ് പള്ളി. ഇതാ ഇവിടെ ബിപിരി സ്കൂളിന്റെ ബോർഡ് കാണിച്ചേ. ഇതവിടെ ബോർഡ്, അവിടെ ഒരു ബോർഡ് കണ്ടോ? ബോർഡ് കാണുന്നില്ല. താഴെ വഴി, ഈ വഴി താഴോട്ട് പോയാലാണ് ആ സ്കൂള് വരുന്നത്. ആപ്പിളിനെത്ര? ഇതാ വേറെ ഓറഞ്ച് 60 അല്ലേ? അപ്പൊ അതാ ലാഭം. കുഴപ്പമില്ല. എത്ര ഇത്? എന്താ ഡിഫറെന്റ് ടേസ്റ്റാ? ബത്തൊക്കെ ഇന്നലെ കൊണ്ടുപോയതുണ്ട്. പിന്നെ അതന്നെ, ഇത് ഓറഞ്ച് ഒരേ ടൈപ്പല്ലേ ഉള്ളേ? അപ്പൊ നീ എടുത്തോ, അതാ നല്ലത്. നോക്കിയെടുത്തോ, ചിലപ്പോ പോപ്പുണ്ടാവല്ലോ, നാളെ വെക്കാൻ പറ്റും. 48 ഓറഞ്ച്. അതെ, എടുത്ത ഏത് ഇതന്നല്ലേ അത്? ഓറഞ്ച് ആപ്പിള്. ആ ഓക്കെ, ഏട്ടാ എടുത്താ. ഇഞ്ഞേ അറിയാലോ. ഓൾത് എത്ര? മറ്റേ അനാറും ആപ്പിളും 108 പോയത്. അതവിടെ അവിടെ ജീപ്പേ. അഞ്ചു
എന്തിനത് കന്തൂരൊക്കെ തൊപ്പിയിട്ടണ ബാ എനിക്ക് കുറച്ച് സാധനം വേണം ബാ അല്ല അറബിന്നില്ലെങ്കിലും അതേ ലുക്കാവേ മനസ്സിലോ അറബീൻ്റെ ഒരു 4 മോര് വേണം ബട്ടർ മജ്ജി ബട്ടർ കട്ട ഫാൻ ഇടാ ബട്ടറിൻ്റെ മസാല മജ്ജിക പിന്നെ സാധനമെല്ലാം നോമ്പ് പ്രമാണിച്ച് കാലി അതിനല്ല ഞങ്ങൾ ധാരാവി സൂപ്പർ മാർക്കറ്റ് ഇത് അങ്ങനത്തെ ಎಲ್ಲ കഥ അഞ്ചു രത്തല്ല നമുക്ക് നോമ്പണ്ട റമദാൻ മാസം നോമ്പില്ലായിരിക്കോട്ടെങ്കിൽ എന്താക്കുന്ന അപ്പോൾ നീ എങ്ങനെയാണ് അരീൻ എന്താക്കിയത് നീ ഷോപ്പിലേക്ക് വരുമ്പോൾ വീണിട്ടാലാ എന്നാ ഇത് ഇഷാനൻ്റെ കുഞ്ഞിന് ഇത് നിനക്ക് തുപ്പണോ അവനെങ്ങനെ കണ്ട ഒക്കാരാ നേര് ഇതിനെടുത്ത് വെച്ചോ എന്തായി ഞാനെല്ലാരും ഇത് നമ്മളെ അളിയനല്ലേ ഉള്ളി വെച്ചൊക്കെ എത്ര ദിവസം ഉണ്ടല്ലോ പിന്നെ റത്ത് അൽഹംദുലില്ല 10 രൂപക്ക് ഇതിപ്പോൾ എത്ര ഉണ്ടാവും ഏണാ എന്ത് സ്ട്രോ ആയിരുന്നു അങ്ങനത്തെ പീടിയെന്നല്ല സ്ട്രോ കിട്ടുന്നത് നിനക്ക് സ്ട്രോ ഇത് എന്നാ പിടിച്ചോ ബാക്കിൽ വെക്കുന്ന വെച്ചോ സംബന്ധ് കുറച്ച് എന്തെന്നാ അനാറും ആപ്പിൾ എന്തോ എടുത്ത് വെക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ പെടാത്ത സാധനം അതിന് ജ്യൂസ് അടിക്കാനായിരിക്കും അല്ലേ പാലുണ്ടാ ആ ഞാൻ പാല് മേടിക്കുന്നില്ല പാല് മേടിച്ചാൽ ഇന്നലെ എന്നോട് കണക്ക് പറഞ്ഞു മിനിഞ്ഞാന്ന് ഷമാമിൻ്റെ ജ്യൂസ് ആക്കി തന്നിട്ട് എന്നോട് പറയാണ് പാല് തീർന്ന എങ്ങനെ നോക്കുമ്പോൾ നീ ജ്യൂസ് എടാ നീ ജ്യൂസ് കുടിക്കുന്നില്ലേ എന്ന് കുടിച്ച പാലിൻ്റെ കണക്ക് പറയുന്നത് ബ്ലഡി ഫുൾ ഓഫ് ദ ഇന്ത്യൻസ് ഇതെന്ത് ആവണ ഇതിനെ തൊടുമ്പോൾ നോക്കിയിട്ട് വെക്കണ്ടേ ഗ്ലാസ് ഫുള്ള് സ്ക്രാച്ചാന്ന് ഈലിന്ന് കച്ചറയല്ലേ ഭത്തൊക്കെ സർവത്ത് എന്തിനാ സർവത്ത് എന്ത് ആ തിന്നാനുള്ള സർവത്താ നീയല്ലേ പറഞ്ഞ തിന്നാനുള്ള സർവത്ത് നോമ്പ് പിടിച്ചൊരു കിളി എൻ്റെ പാറിന് ഫസ്റ്റത്തെ നോമ്പ് വീട്ടില് കിട്ടിയെങ്കിലും ആ ഒരു റാഹത്ത് കിട്ടിയിട്ടില്ല ഇന്നും മാഷാ അല്ലാഹ് നല്ല റാഹത്താ സമയായ പോനെ തിരക്ക് ഇതെന്താ അറിയും തേങ്ങാൻ്റെ മധുര പഞ്ചസാര നല്ല മധുരം വേണം അതിലൊക്കെ ഇപ്പിട്ടേ ഉള്ളൂ എന്തെന്നാ ഇത് എന്താ പിന്നെ കൊതിവെള്ളം മാത്രമുള്ള സാധനമല്ലേ നീ ഉണ്ടാക്കല് ഇന്നലത്തെ വിഷമം മാറ്റി ഇതെന്തെന്നാ പാല് കസ്കസ് ആപ്പിള് ഒക്കെ ഇട്ടൊരു സർവത്തല്ലേ പിന്നെ വരുന്നത് ഈ തേങ്ങ എന്താ പറയുക ഏത്തക്ക വെച്ചൊരു സാധനം പിന്നെ ക്ലീശേ മുന്തിരി പിന്നെ വരുന്നത് ഞങ്ങളുടെ ലെജൻഡ് സാധനം നൂഡിൽസ് എൻ്റെ പൊന്നെ ഇതുണ്ടാക്കിയ അല്ലാതെ കഴിച്ചു നോക്കണം എന്നിട്ട് ഇതെന്തെല്ലാന്ന് പറയാൻ പറ്റുമോ പിന്നെ ഉമ്മാൻ്റെ വെറൈറ്റി ഉണ്ട് ഇത്
വെറും ഈ സാധനം മിക്സ് ചെയ്തടിച്ചാൽ നല്ല ഒന്നാം തരം ടെൻഡർ കോക്കനട്ട് കിട്ടും ട്ടാ. ഇത് കരിക്കിൻ്റെ സർവത്താണ്, നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ ഐറ്റമാണിത്. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സംഭാരം. നോമ്പ് തുറക്കുമ്പോൾ സംഭാരം എനിക്ക് നിർബന്ധം കേട്ടോ. അത് മുമ്പ് മുതലേ ഉള്ളൊരു ശീലമാണ്. ഒരു ഗ്ലാസ് സംഭാരം കഴിച്ചാൽ ഒരു റാഹത്താവുന്നത്. ഇഷാനല്ലേ ഇതായിരുന്നു ഉമ്മാൻ്റെ പഴത്തിൻ്റെ ഇത്. സാധനമൊക്കെ സെറ്റാണ്. അത് കൂടുതൽ എന്നിട്ട് ഫസ്റ്റ് സമൂസ എടുത്ത് നോക്കല്ല. അപ്പം എൻ്റെ പൊന്നാര ഹബീബോളെ നോമ്പ് തുറന്ന് നിസ്കരിച്ച് ഞാനിപ്പോൾ കുറച്ചേരൊന്ന് കിടന്ന് ഒന്ന് റാഹത്തായിട്ട് പള്ളി പോകണം. അപ്പോൾ ഹബീബോളെ നമ്മൾ ഇനിയും വരും കേട്ടാ, ഇതുപോലത്തെ കൊച്ചു കൊച്ചു കഥകളായിട്ട് കൂടെ നിൽക്കണം. ഞാനെന്നും പറയുന്നതാ, സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കട്ടൊക്കെ നിൽക്കണം.